ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രമേയുഗത്തിന്റെ ടീസർ വന്നിരിക്കുകയാണ്. നമ്മൾ കുറെ നാളുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഓരോ പോസ്റ്ററും കണ്ട് നമ്മൾ ഭയന്നതാണ് അല്ലേ. മമ്മൂക്കയുടെ ആണെങ്കിലും സിദ്ധാർത്ഥിന്റെ ആണെങ്കിലും അർജുന അശോകന്റെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരുപാട് ആ ഒരു പിക്ചറിനകത്ത് നമുക്ക് ഒരുപാട് മിസ്റ്ററി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ ഭൂതകാലം അതിന്റെ ഡയറക്ടറാണ്. അപ്പം അതും നമുക്കൊരു ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹൊറർ മൂവിയാണ് പ്രമേയം. അപ്പൊ ആ ഭൂതകാലത്തിനകത്ത് നമ്മൾ അവസാനം കണ്ടാണ്. അവസാനത്തെ ഒരു 10-15 മിനിറ്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഹോളിവുഡ് ലെവല് അല്ലെ, ആ ഒരു രീതിയിലുള്ള ഹൊറായിരുന്നു. അങ്ങനല്ല, ഒരു പ്ലെയിൻ സ്റ്റോറി ചെറിയ ചെറിയ മിസ്റ്ററി തന്നു ക്ലൈമാക്സ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു ആ ഒരു ഭൂതകാല സിനിമ. അതൊരു വ്യത്യസ്തമായിട്ട് അതുവരെ കണ്ട മലയാള സിനിമകളിലെ ക്ലീശകളെല്ലാം കീറി ഇല്ല, ഒരു വ്യത്യസ്തമായിട്ട് ഇറക്കിയ ഒരു സിനിമയായിരുന്നു ഭൂതകാലം. പേടിച്ചു വരുന്നു. അപ്പൊ ഈ ഒരു സിനിമയും നമുക്ക് ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ടീസറെ കണ്ടാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. എന്തുവായും മമ്മൂക്കയുടെ പോസ്റ്റർ അന്യ വരുന്ന അദ്ദേഹത്തിന്റെ ഒരു അസാമാന്യ പ്രകടനം തന്നെ ഇതിനകത്ത് ലഭിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരും. നമുക്ക് ആ ഒരു ടീസർ കണ്ടു നോക്കാം. രാത്രിയാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കാലം പോലെ കലങ്ങി മറഞ്ഞൊരു പുഴ വേറെ ഇല്ല. അത് തിരിഞ്ഞും മറിഞ്ഞു ഒഴുകും. ഈ മനക്കലെ പടിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇതന്നെയാണ്. ഇതിനകത്ത് കടന്ന പുഴയും മലയല്ല ഇതിനകത്ത്. എല്ലാരും ഗെറ്റപ്പ് ഭയങ്കരമല്ലേ. സൗണ്ട് വെച്ചേക്കോ മണികണ്ഠൻ. ഇത് വേറെ സംഭവം. നമ്മുടെ ജീവനപകടം പോവാ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. സാധനമാണല്ലേ. ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് വ്യത്യസ്തമായിരിക്കും അല്ലെ. നമ്മൾ ഇതുവരെ കണ്ട ഒരു ഹൊറർ ഒരു ഇതും വരുന്നില്ല. ഒരു ക്ലീഷയുടെ ഒരു ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ഹൊറർ ഭയങ്കര വ്യത്യസ്തത. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു ഇതിനകത്ത് പറയുന്നുണ്ട്, ആ ഒരു മന ഇല്ലേ, ആ ഒരു അതിലൊക്കെ കേറുമ്പോഴത്തേക്ക് അവിടെ തന്നെ മലകളും പുഴകളും എല്ലാം ഉണ്ട്. അപ്പം എന്തോ ഇവർക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സംഭവമാണ്. അതിനകത്ത് എനിക്കൊന്ന് ഇത് നമ്മൾ ചില സിനിമ കണ്ടില്ല, ഇപ്പൊ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല. ടാൽഗ്രാസ് മൂവി അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മനക്കകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനകത്ത് മമ്മൂക്ക പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം എന്റെ മനയിലേക്ക് കുറച്ച് അതിഥികൾ വരികയാണെന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നി അർജുന അശോകൻ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് അവര് അതിനകത്ത് അകപ്പെട്ടു പോകുന്നതും അതിനകത്ത് കുറെ പേടിപ്പിക്കുന്ന കാര്യങ്ങളും മിസ്റ്ററി ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ സിനിമ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡാർക്ക് ഇല്ലേ, ഡാർക്കിന്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തേക്കുന്നത്. എന്തോരം അതും ഒരു വ്യത്യസ്തമാണ് ഇല്ലേ. മൊത്തത്തിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ മമ്മൂക്കയുടെ സമയമാണ്. മമ്മൂക്ക എടുക്കുന്ന പടങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാല് ഗംഭീര സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ അത് സമ്മതിക്കണം. എന്ന് വെച്ചാല് ഓരോ സിനിമയും വ്യത്യസ്തമാണ് ഇല്ലേ. ഇപ്പൊ ഒരു മാസം കൂടെ ഇറങ്ങിയ അടുത്തത് വേറെ ആയിരിക്കും. ഇപ്പൊ ഈ 2-3 വർഷം കൊണ്ട് പുള്ളി എടുത്ത ജേണർ എന്ന് പറഞ്ഞാൽ പുള്ളി തൊടാത്ത ഒരു ജേണർ ഇല്ല അല്ലേ. അതുപോലെ സെലക്റ്റീവ് ആണ്. അത്രയും വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ
പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം ഇല്ലേ ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നത് അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ തന്നെ ലാസ്റ്റ് കാതൽ സിനിമ ഉണ്ടായില്ലേ ഇല്ല, ആ ഒരു റോളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാലും അത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ടീസർ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളും ഒരുപാട് നമ്മൾ കാത്തിരുന്ന് ഇതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു ഹൊറർ മൂവി കാണണം. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ ഒരു ഹൊറർ മൂവി കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യസ്തത ഈ ഒരു ടീസറിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.